ഹായ് ഓൾ, എല്ലാവർക്കും എഡ്യൂസാറ്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാത്തമാറ്റിക്സുമായിട്ടാണ്. എൻ്റെ പേര് ഷംനാദ് ഷാജഹാൻ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നിങ്ങൾ SSLC ഒക്കെ തുടങ്ങി ഒരു മാസമൊക്കെ കഴിഞ്ഞു അല്ലേ? അരിത്തമെറ്റിക് സീക്വൻസ് ഒക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കാണും. ക്ലിയർ ആയിട്ട് പോകുന്ന മക്കളാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ തുടങ്ങുമ്പം ആദ്യത്തെ ചാപ്റ്റർ മൂലം നമുക്ക് തുടങ്ങി വരണമല്ലോ. പഠിച്ച കുട്ടികളാണെങ്കിൽ തന്നെയും ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ചാപ്റ്റർ നമുക്കൊന്ന് റിവൈൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ആദ്യമേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ സ്കൂളിലെ ഓരോ കുട്ടികളുമുണ്ട്, ഇത് കാണാത്തവരും അറിയാത്തവരും അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് ആദ്യമേ തന്നെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ നമുക്ക് ആദ്യമേ അറിയേണ്ടത് വെറുതെ ഒരു മാത്സ് പഠിച്ചു പോകലല്ല ഇപ്പോഴത്തെ ഒരു SSLC ലെവൽ. അത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണുമായിരിക്കും കഴിഞ്ഞ റിസൾട്ട് വെച്ചുകൊണ്ട്. ഫുൾ A+ ആളുടെ എണ്ണവും അതുപോലെ നമ്മുടെ പാസ് പെർസെൻറ്റേജ് ഒക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പാസ് പെർസെൻറ്റേജ് ചെറുതായി കുറഞ്ഞെങ്കിലും ഫുൾ A+ എണ്ണം വലുതായിട്ടാണ് കുറഞ്ഞത് അല്ലേ? അതിനൊക്കെ കാരണം മാത്തമാറ്റിക്സ് വെറുതെ പഠിച്ചു പോകേണ്ട രീതിയല്ല, ഒരു കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ടതാണ് എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് എന്താണെന്ന് നമുക്ക് പഠിച്ചു പോകാം, സിമ്പിൾ ആയിട്ട് പഠിക്കാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാവുന്ന ഒരു ചാനൽ സംവിധാനമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് സംശയം എന്നുള്ള കമന്റ് ചെയ്താൽ മതി, നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അതായത് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത ഏത് ചാപ്റ്ററാണോ പാട് ആ ചാപ്റ്റർ നമുക്ക് എടുത്തു പോകാം. ഓക്കെ, ക്ലിയർ അല്ലേ? തുടങ്ങാം നമുക്ക്. അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വെച്ചാൽ എന്താ, ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ചാപ്റ്റർ എന്താണെന്നാണ്. അപ്പം അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ നമ്പർ കൂടി വരികയോ അല്ലെങ്കിൽ കുറഞ്ഞു വരികയോ ചെയ്യുന്ന സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയും. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ നിന്ന് എഴുതി കാണിച്ചു തരാടാ. 1 2 3 4 5 ഇങ്ങനെ പോകുന്നൊരു സീക്വൻസ്. അതുപോലെ തന്നെടാ അടുത്തൊരെണ്ണം 2 6 7 8 ഇതിങ്ങനെ പോകുന്നൊരു സീക്വൻസ്. രണ്ട് സീക്വൻസുകൾ മക്കൾക്ക് വേണ്ടി ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഈ രണ്ട് സീക്വൻസുകൾക്കിനകത്ത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ആദ്യത്തെ സീക്വൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവൂടാ, അവിടെ ഓരോ നമ്പേഴ്സുകളാണ് കൂടി വരുന്നത് അല്ലെ? ഒന്നെന്ന് പറയുന്ന നമ്പറാണ് കൂടി വരുന്നത്. 1ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു? 2 കിട്ടുന്നു. 2യുടെ 1 കൂട്ടുമ്പോൾ 3 കിട്ടുന്നു. 3യുടെ 1 കൂട്ടുമ്പോൾ 4 കിട്ടുന്നു. 4യുടെ 1 കൂട്ടുമ്പോൾ 5 കിട്ടും. അപ്പോൾ ഓരോ ടേമിലും നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 1 എന്ന് പറയുന്ന നമ്പറാണ്. പക്ഷേ അടുത്ത എഴുതിയ സീക്വൻസിലേക്ക് വരുമ്പം 2ൽ നിന്ന് 6ലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കൂട്ടിയത് 4ആണ്. പക്ഷേ 6ൽ നിന്ന് 7ലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കൂട്ടിയത് വെറും 1 ആണ്. അവിടെ വെച്ചേ കഴിഞ്ഞു. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആകണമെങ്കിൽ നമ്പേഴ്സുകൾക്കിടയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സമാന്തര ശ്രേണി, മലയാളം ഞാൻ പറയാൻ വിട്ടുപോയി, മലയാളം ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ. സമാന്തര ശ്രേണിയാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ഈ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ നമ്പറാണ് കൂടി വരേണ്ടത്. ഇവിടെ കോമൺ നമ്പർ ആണോ രണ്ടാമത്തേൽ കൂടിയേക്കുന്നത്? അല്ല. ആദ്യത്തിൽ 4 കൂടി, അടുത്തതിൽ 1 കൂടി, അതിന് തോന്നുന്ന പോലെ കൂടി കഴിഞ്ഞാൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് വിളിക്കാൻ പറ്റും? പറ്റത്തില്ല. നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കണമെങ്കിൽ ആ കൂടിയ ടേമുകൾ സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ആ കുറഞ്ഞ ടേമുകൾ സെയിം ആയിരിക്കണം. ആദ്യത്തിനകത്ത് എല്ലാം കൂടിയേക്കുന്ന 1 ആടാ. സോ അതുകൊണ്ട് അയാൾ ആരാണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. പക്കയാണെന്ന് കരുതുന്നു അല്ലേ? ക്ലിയർ അല്ലേ? ഇനി മനസ്സിലാകാത്ത ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്കുണ്ടോ ഇതിനകത്ത്? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത കണക്കിലേക്കൊന്നും കയറി പോകുന്നില്ല. അടുത്ത ഒരു ചോദ്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടേ, അല്ലെങ്കിൽ എക്സാമ്പിൾസ് നോക്കിയിട്ടേ നമ്മൾ കണക്കിലേക്ക് പോകുന്നുള്ളൂ. ഞാൻ അടുത്ത കുറച്ച് നമ്പേഴ്സ് എഴുതാടാം. നമുക്ക് 2 4 6 8 ഇത് എഴുതിയേക്കുന്നു. അടുത്ത നമ്പറാ 1 3 5 7 ഇത്രയും മതി, ഒരുപാട് നമുക്ക് എഴുതി പോകണ്ട. നോക്കിയേ മക്കൾ, രണ്ടിടത്തും നോക്കിയേക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, 2ൽ നിന്ന് 4ലേക്ക് എത്താൻ വേണ്ടി +2 ആണ് കൂട്ടിയേക്കുന്നത്. 4ൽ നിന്ന് 6ലേക്ക് എത്താൻ വേണ്ടിയും +2 ആണ് കൂട്ടിയേക്കുന്നത്. 6ൽ നിന്ന് 8ലേക്ക് എത്താൻ വേണ്ടിയും +2 ആ കൂട്ടിയേക്കുന്നത്. അപ്പൊ ആ എഴുതിയേക്കുന്ന സംഖ്യകളിലെല്ലാം കൂട്ടിയേക്കുന്ന ഒരേ നമ്പറുകളാണ്, സെയിം തന്നെ. താഴെ 1ൽ നിന്ന് 3ലേക്ക് എത്താൻ വേണ്ടിയും കൂട്ടിയത് 2 ആ. 3ൽ നിന്ന് 5ലേക്ക് എത്താനും 2 ആ. 5ൽ നിന്ന് 7ലേക്ക് എത്താനും 2 ആ. അപ്പൊ ഈ എഴുതിയ ശ്രേണികളെല്ലാം മക്കളെ ആരാണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണ്. ഞാൻ നേരത്തെ ഒരു സെന്റൻസ് പറഞ്ഞു, ഇതൊക്കെ മൈൻഡിൽ ഉണ്ടാവണേ. സെന്റൻസ് എന്താ പറഞ്ഞത്? ഒരു കോമൺ നമ്പർ കൂടി വരികയോ അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു അല്ലേ? ഇത്ര നേരം ഞാൻ എഴുതിനകത്തൊന്നും കൂടുന്ന മാത്രമേ എഴുതിയിട്ടുണ്ട്. സാർ എന്താ കുറഞ്ഞ കാര്യം പറയാൻ? കുറഞ്ഞിലേക്ക് നമുക്ക് പോകാടാ. കുറഞ്ഞ നമ്പേഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാടാ. 2 1 0 -1 എക്സെട്ര.
ഇവിടെ എന്താ സംഭവിച്ചത്? ഓരോ നമ്പറുകളും കുറഞ്ഞു വരികയാണ്. കാര്യം 2 പറയുന്നതിൽ നിന്നും 1 എത്തണമെങ്കിൽ ഒരു -1 കുറയ്ക്കണം. -1 കുറയ്ക്കുകയല്ല, 1 കുറയ്ക്കണം. അത് -1 കൂട്ടുക. തിരിച്ചു പറഞ്ഞാൽ സെയിം തന്നെ 1 നിന്ന് 0 എത്താൻ അതേ പരിപാടി. 0 നിന്ന് -1 പോകാൻ വേണ്ടി നമ്മൾ 1 കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പൊ അവിടെ എല്ലാം കുറച്ച നമ്പേഴ്സ് ആരാടാ? -1കളാണ്. മക്കളെ, ഇങ്ങനെ കുറച്ച് പോകുന്ന അല്ലെങ്കിൽ ഒരേപോലെ കുറയ്ക്കുകയോ ഒരേപോലെ കൂട്ടുകയോ ചെയ്യുന്ന ഈ സംഖ്യയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമൺ ഡിഫറൻസ്, അല്ല എങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയും. മക്കൾക്ക് ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? നമ്മൾ അതിനെ D എന്ന് പറയുന്ന അക്ഷരം വെച്ചാണ് സൂചിപ്പിക്കുന്നത്. ആരെയാ? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസത്തെ മക്കളെ നമ്മൾ സൂചിപ്പിക്കുന്ന അക്ഷരം എന്താണ്? സ്മോൾ ലെറ്റർ D ആണ്. ഈ കാര്യം ക്ലിയർ ആണോ എന്ന് കരുതുന്നു. ആദ്യമേ നമ്മൾ സ്മോൾ ലെറ്റർ ഡിയുടെ കോൺസെപ്റ്റ് ഒന്നും പറയുന്നില്ല, പൊതുവ്യത്യാസം എന്താണെന്നേ പറയുന്നുള്ളൂ. അക്ഷരങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരുമ്പോഴാണ് അതിനെ കുറിച്ചും കൂടെ ഒന്നുമായിട്ട് മാറ്റുന്നു. ഇതെങ്ങനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് വരുന്നത്, ആ ടേമുകളെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അതൊരു ലോജിക്കലി തിങ്ക് ചെയ്യേണ്ടതും അതല്ലാത്ത രൂപത്തിലൊക്കെ ചെയ്യേണ്ട കണക്കുകളാണ് നമ്മളിവിടെ കൂടുതലായിട്ടും പഠിച്ച് മുന്നോട്ടായിട്ട് പോകുന്നത്. നമുക്ക് ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച് വെച്ചേക്കുന്ന കാര്യങ്ങൾ? അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് പറഞ്ഞു തന്നു. ഒരു കോമൺ നമ്പർ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയപ്പെടുന്നു. ആ കോമൺ നമ്പറിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന അതിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് സ്മോൾ ലെറ്റർ D എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലത്തിലേക്ക് പോവാടാ. ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പ്രോബ്ലം ഇതൊന്നുമല്ല. ആയുധം കുറേ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്, തിയററ്റിക്കലാണ്, കുറച്ച് കണക്കുകളൊക്കെ ഉണ്ട്. നമുക്ക് അവസാനം ചെയ്യാം. തുടക്കത്തിൽ നമ്മൾ ചെയ്തു പോയാൽ കുറച്ച് ബുദ്ധിമുട്ടായി മാറും. തുടക്കത്തിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലേക്ക് പോവാടാ. എന്താണ് ചോദ്യമെന്ന് വായിക്കാം. ഇപ്പം ഇതിനകത്ത് മലയാളം ആടിയിട്ടില്ല, ഇംഗ്ലീഷേ ഉള്ളൂ. നമ്മൾ ഇംഗ്ലീഷ് വായിച്ചതിന് അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇൻ ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ, താഴെ തന്നിരിക്കുന്ന ഓരോ അരിത്തമെറ്റിക് സീക്വൻസുകളും സം ഓഫ് ദ ടേംസ് ആർ നോട്ട് റിട്ടൺ. ഇവിടെ എന്തില്ല? കുറച്ച് ടേമുകളൊന്നും ഇല്ലടാ, ഇവന്മാർ തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം, പറഞ്ഞ പരിപാടി. ബട്ട് ഇൻഡിക്കേറ്റഡ് ബൈ ഒരു റൗണ്ട് ചിഹ്നം, അതായത് ഒരു ബ്ലാങ്ക് പോലെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദീസ് നമ്പേഴ്സ്. ആ നമ്പറുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ പരിപാടി. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവർ തന്നേക്കുന്ന ഏതൊക്കെയാ? 24 ഉണ്ട് ഫസ്റ്റ് ടേം, 42 ഉണ്ട് സെക്കൻഡ് ടേം, അടുത്തത് 2 ബ്ലാങ്കിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ അരിത്തമെറ്റിക് സീക്വൻസിനെ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പം ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് മക്കളെ. അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് ഇതിനകത്ത് ഓരോ പേരുകൾ വിളിക്കും. അത് ഞാൻ ക്വസ്റ്റ്യൻ്റെ കൂടുതൽ പറയാൻ വേണ്ടി വെച്ചിരുന്നല്ല, പറയാൻ വിട്ടുപോയതല്ല. അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് ഈ ആദ്യം വരുന്നയാളെ പറയുന്ന പേരാണ് എന്ത്? ഫസ്റ്റ് ടേം എന്ന് പറയും. രണ്ടാമത്തെ ആളെ പറയുന്ന പേരാണ് എന്ത്? സെക്കൻഡ് ടേം എന്ന് പറയും. അടുത്ത ടേമിനെ പറയുന്ന പേരെന്താണ്? തേർഡ് ടേം എന്ന് പറയും. ഓക്കെയാണ്. ഓരോ ടേമുകൾക്ക് ഓരോ പേരുണ്ട്. ആദ്യം കിടക്കുന്ന ആൾ ഫസ്റ്റ് ടേം, ആദ്യ പദം. രണ്ടാം കിടക്കുന്ന ആൾ സെക്കൻഡ് ടേം, രണ്ടാമത്തെ പദം. മൂന്നാം കിടക്കുന്ന ആൾ തേർഡ് ടേം, മൂന്നാമത്തെ പദം. ക്ലിയർ ആണല്ലോ? പക്കയാണോ പറഞ്ഞ കാര്യം? ഓക്കെ. ഇവിടെ നമ്മുടെ കയ്യിൽ 2 ടേമുകൾ ഉണ്ടാ. നമ്മുടെ എത്ര ടേമുണ്ട്? 2 ടേമുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് ബാക്കി ടേമുകളെ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ പരിപാടി. 24, 42 മക്കളെ, ആ 2 ടേമുകളും അടുത്തടുത്താണ് കിടക്കുന്നത്. അടുത്തടുത്താണ് കിടക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നയാളിനെ എളുപ്പത്തിൽ കാണാൻ കഴിയൂടാ. ഒറ്റ പരിപാടി ചെയ്താൽ മതി. സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേമിനെ അങ്ങ് കുറച്ചാൽ മതി. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കാണാൻ എന്താ മക്കളെ ചെയ്യേണ്ടത്? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേമിനെ ഞാൻ കുറയ്ക്കുക. 24 42 കുറയ്ക്കുക. 24 എങ്ങനെ 42 കുറയ്ക്കുന്ന അറിയത്തില്ലെങ്കിൽ സൈഡിലേക്ക് കുറച്ച് നോക്കാം. 24 സോറി 24 എന്നല്ല, 42 24 കുറയ്ക്കണം. ഞാൻ പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോയല്ലേ, സോറി 42 നിന്നും 24 കുറയ്ക്കാം. ഞാൻ നേരത്തെ തിരിച്ചാ പറഞ്ഞത്, സോറി. അതിന് നമുക്ക് നോക്കാം. 2 നിന്ന് 4 പോകില്ല. അപ്പൊ നമ്മൾ കടവെടുക്ക് ഇവിടെ 12 ആവും, ഇവിടെ 3 ആവും. 12 4 പോയാൽ 8 കിട്ടും. ഇവിടെ 3 2 പോയാൽ 1 കിട്ടും. അതായത് 18 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആരാടാ? 18. അതായത് 24ന്റെ കൂടെ 18 എന്ന നമ്പർ കൂട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ആരെ കിട്ടൂ? 42നെ കിട്ടൂ. പക്കയല്ലേ? ഇനി അടുത്ത ടേം നമുക്ക് ഈ ബ്ലാങ്കിൽ കിടക്കുന്നത് ഇയാളെ കാണണം. ആ ടേമാണ് നമ്മുടെ എത്രാമത്തെ ടേമാ? തേർഡ് ടേം അല്ലെങ്കിൽ മൂന്നാമത്തെ പദം എന്ന് പറയാം. ആ തേർഡ് ടേമിനെ കാണാൻ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതിയടാ. ആ രണ്ടാമത്തെ ടേം സെക്കൻഡ് ടേമിൻ്റെ കൂടെ നമുക്കിപ്പോൾ കിട്ടിയ കോമൺ ഡിഫറൻസ് ആയ ഡീനെ കൂട്ടിയാൽ മതി.
അതായത് സെക്കൻഡ് ടേം ആയിട്ടുള്ള 42ന്റെ കൂടെ ആരെ കൂട്ടുക? 18 കൂട്ടുക. ഇവിടെ കൂട്ടി നോക്കാം. 42 + 18, 8 2 10 വന്നു, 4 1 5 1 6, എത്ര കിട്ടിയടാ? 60 കിട്ടി. തേർഡ് ടേം ആയി. ഇനി ഒരാളെയും കൂടെ കാണാൻ നമ്മുടെ ചോദ്യത്തിൽ പറയുന്നുണ്ട്, ഫോർത്ത് ടേം. മക്കള് പറഞ്ഞേ, ഫോർത്ത് ടേമിനെ കാണാണ്ട് എന്ത് ചെയ്താൽ മതിടാ? ഇപ്പൊ കിട്ടിയ ഉത്തരം ആരാ? 60. ആ 60ന്റെ കൂടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 18നെ കൂട്ടുക. അത് കൂട്ടി നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. 60 + 18 മക്കൾക്ക് എല്ലാവർക്കും അറിയാം 78 ആണ്. ഒന്നാമത്തെ ചോദ്യം കംപ്ലീറ്റ് ആയി. അപ്പൊ കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് തന്നേക്കുന്ന ഒരു സീക്വൻസ് ആണ്. സീക്വൻസ് ആണെങ്കിൽ ആദ്യമേ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ആരെയാണ്? കോമൺ ഡിഫറൻസിനെയാണ്. കോമൺ ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാ? പറഞ്ഞേ എങ്ങനെ കാണുന്നത്? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേമിനെ കുറയ്ക്കണം. അല്ലെങ്കിൽ അടുത്തടുത്ത് 2 ടേമുകൾ കിട്ടിയാൽ അവസാനത്തെ ടേമിൽ നിന്നും അതിന് തൊട്ട് മുമ്പുള്ള ടേമിനെ കുറച്ചാൽ മതി മക്കളെ. പക്കയായിട്ട് നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസിന് കിട്ടും. കോമൺ ഡിഫറൻസിന് കിട്ടിയാൽ പിന്നെ കാര്യം പൊളിയാ. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോ ടേമിനെ കൂട്ടി പോയാൽ മതി. അവിടെ ഒരു കാര്യമുണ്ട്, ടേമുകൾ മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ കൂട്ടി പോവുകയും പിറകിലേക്കാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്ത് വരികയും വേണം? കുറച്ച് വരികയും വേണം. ഒക്കെയാണല്ലോ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ബ്ലാങ്ക് ആടാ, പിന്നെ 24 ആടാ, പിന്നെ 42 ആടാ, വീണ്ടും ഒരു ബ്ലാങ്ക് ആടാ, പിന്നെ ഒരു എക്സെട്ര. ടേം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എക്സെട്ര കൊടുത്തേക്കണം. ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം അറിയാടാ, ആ 24ഉം 42ഉം ഈ 2 ടേമുകൾ അടുത്തടുത്തല്ലേ കിടക്കുന്ന എങ്കിൽ കോമൺ ഡിഫറൻസ് ആണ്, എളുപ്പമാടാ. അവസാനം വരുന്ന ടേം, അവസാനം വന്ന 42, 24 അല്ല, ആ പോകുന്ന ടേമിൽ അവസാനം വന്ന ടേമിൽ നിന്നും അതിന് തൊട്ട് മുമ്പുള്ള ടേമിനെ ഞാൻ കുറച്ച് കളയുക. അതായത് 42ൽ നിന്നും 24നെ കുറയ്ക്കുക. അതിന് എത്രയാണെന്ന് വീണ്ടും മക്കൾക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്തു. അവിടെ എത്ര? 18. കോമൺ ഡിഫറൻസ് 18 കിട്ടി. ഇനി നമുക്കിവിടെ കാണേണ്ട ആൾക്കാരടാ, ഇതിനെ വിളിക്കുന്ന പേരെന്തുവായിരുന്നു മക്കളെ? ഒന്ന് പറഞ്ഞ്. ഫസ്റ്റ് നിൽക്കുന്ന ആളെ വിളിക്കുന്ന പേരെന്തുവായിരുന്നു പറഞ്ഞു നോക്കിയേ. ഫസ്റ്റ് ടൈം. അതെ. രണ്ടാം നിൽക്കുന്ന ആളെ വിളിക്കുന്ന പേരെന്തുവാ? സെക്കൻഡ് ടൈം. മൂന്നാം നിൽക്കുന്ന ആളെ വിളിക്കുന്ന പേരെന്തുവാ? തേർഡ് ടൈം. അടുത്ത ആരാടാ? ഫോർത്ത് ടൈം. അപ്പൊ നമുക്കിവിടെ കാണേണ്ട 2 പേരെയാടാ. ഒന്ന് ഫസ്റ്റ് ടൈമിനെയും കാണണം, അതുപോലെ തന്നെ ആരെയും കാണണം? ഫോർത്ത് ടൈമിനെയും കാണണം. എളുപ്പമോ? പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്രാമത്തെ ടൈമാ ഉള്ളത്? സെക്കൻഡ് ടൈമാ ഉള്ളത്. നമ്മുടെ കയ്യിൽ ഏത് ടൈമാ ഉള്ളത്? സെക്കൻഡ് ടൈം. എത്ര? 24 ഉള്ളത്. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ആരെയാ? ഫസ്റ്റ് ടൈമിനെയാ. അപ്പം പുറകിലേക്കാ വരണ്ട അല്ലേ? ലോജിക്കൽ ചിന്തിക്കണം. മുന്നോട്ടല്ല പോകുന്ന, പുറകിലേക്കാ. മുന്നോട്ടാണ് പോകേണ്ടതെങ്കിൽ കോമൺ ഡിഫറൻസിനെ കൂട്ടുകയും പുറകിലേക്കാണ് വരേണ്ടതെങ്കിൽ കോമൺ ഡിഫറൻസിനെ കുറയ്ക്കുകയും ചെയ്യണം. അപ്പൊ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈമിലേക്ക് ചാടണമെങ്കിൽ പുറകോട്ട് ചാടാൻ പുറകോട്ട് സ്റ്റെപ്പ് വെക്കണ്ടേ? സെയിം പരിപാടി. നമ്മുടെ സെക്കൻഡ് ടൈമിൽ നിന്നും മൈനസ് ആരാടാ? കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടൈമിനെ കോമൺ ഡിഫറൻസിനെ കുറയ്ക്കും. ഡി എന്ന് പറഞ്ഞ ആളെ കുറച്ചാൽ മതി. സെക്കൻഡ് ടൈം ആരാ? 24. 24 മൈനസ് ആരാ? 18. കോമൺ ഡിഫറൻസ് 18 അല്ലേ? 24ന് 18 പോയാൽ നമുക്ക് എത്ര കിട്ടും? കുറയ്ക്കാണ്ടി നമ്മൾ സൈഡ് ചെയ്ത് നോക്കാൻ ആവശ്യമുണ്ടോ? നമ്മുടെ 6ന്റെ ടേബിളിൽ വരുന്ന ആൾ തന്നെ പെട്ടെന്ന് പറയാൻ പറ്റും. 24 18 പോയാൽ എത്ര കിട്ടൂടാ? 6 6 6ന്റെ ടേബിൾ എന്ന് പറഞ്ഞപ്പോഴേ ആൻസർ ആയി 6 അല്ലേ? ഓക്കെ. ഇതേ ഫോർത്ത് ടൈമിലേക്ക് പോവാം. ഫോർത്ത് ടൈം കാണണമെങ്കിൽ 24 ആണോ 18 കൂട്ടേണ്ടത്? ആണോ? അല്ലല്ല, തെറ്റിക്കരുത്. നമുക്ക് ഫോർത്ത് ടൈം വേണമെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ആൾ എത്രാമത്തെയാ? തേർഡ് ടൈമാ. അപ്പൊ തേർഡ് ടൈമിന്റെ കൂടെയാടാ ഡി എ കൂട്ടേണ്ടത്. ചാടിക്കയറി 24 ഡി എ കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും. ആ ഉത്തരം മൂന്നാമത്തെ ടൈം ആയിരിക്കും, 4ാമത്തെ ടൈം ആയിരിക്കത്തില്ല. അപ്പൊ 4ാമത്തെ ടൈമിനെ കാണണമെങ്കിൽ 3ാമത്തെ ടൈമിന്റെ കൂടെയാണ് കോമൺ ഡിഫറൻസിനെ കൂട്ടേണ്ടത്. അപ്പൊ 3ാമത്തെ ടൈം എത്രടാ? 42 ആടാ. കോമൺ ഡിഫറൻസ് എത്രടാ? 18 ആടാ. 42 + 18 എത്ര? നേരത്തെ കൂട്ടി കണ്ടുപിടിച്ച 60. ഫസ്റ്റ് ടൈമുമായി ഫോർത്ത് ടൈമുമായി പക്കയാണ്. അപ്പൊ എന്താ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വെറുതെ ഒരു കാര്യം പഠിച്ചു പോലല്ല മാത്തമാറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് ആ കാര്യം മനസ്സിൽ ഉറയ്ക്കണം. എന്താണ് കോമൺ ഡിഫറൻസ്, എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്, എങ്ങനെ ഇയാളെ കണ്ടുപിടിക്കുക, ഇതെല്ലാം മൈൻഡിലേക്ക് അങ്ങ് ഉറച്ചു കഴിഞ്ഞിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബാക്കിയിലേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ SLCക്കും ഓണം എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. 2.5 മണിക്കൂർ പരീക്ഷയ്ക്ക് 2 മണിക്കൂർ കൊണ്ട് നമുക്ക് കണക്ക് ചെയ്തിട്ട് ചിരിച്ചുകൊണ്ടിരിക്കണം ഹാളിൽ. നമ്മൾ ആദ്യമേ കഴിഞ്ഞു, A+ നമുക്ക് ഉറപ്പാന്നും പറഞ്ഞു. അപ്പൊ അതിന് നമ്മൾ നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യം മറക്കാനിരുത് കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം.
തേർഡ് ക്വസ്റ്റ്യൻ ആകത്തടാ 2 ബ്ലാങ്ക് ഉണ്ടല്ലേ. ഫസ്റ്റ് തന്നെ 2 ബ്ലാങ്ക്. എന്തൊക്കെയോ മാതിരി കാണിക്കുന്നു. 2 ബ്ലാങ്ക്, പിന്നെ 24, 42. ആദ്യമൊക്കെ എളുപ്പം തരും, നമ്മൾ പിന്നെ കിടന്ന് ബുദ്ധിമുട്ടണം. ഇവിടെ എന്താണ് നമുക്ക് എന്ത് ബുദ്ധിമുട്ട്? നമ്മളിപ്പോൾ എളുപ്പമാക്കി തരും. 24, 42 എന്ന് പറയുന്ന 2 ടേമുകൾ അടുത്തടുത്ത് കിടക്കുക അല്ലെ, അടുത്തടുത്ത് കിടക്കുക. സോ അടുത്തടുത്ത് കിടന്നു കഴിഞ്ഞാൽ ഡി കാണാൻ എളുപ്പമാണ്. അവസാനം വന്ന ആളിൽ നിന്നും അതിന് തൊട്ട് മുന്നിലുള്ള ആളെ അങ്ങ് മക്കൾ കുറച്ചാൽ മതി. 42 24 മക്കളും കുറയ്ക്കും. 42 24 കുറച്ച് എത്ര കിട്ടി? 18. എന്താണ് നേരത്തെ പഠിച്ചു പോരണ്ടെന്ന് പറഞ്ഞ് മനസ്സിൽ ഉറച്ച്, സ്കൂളിൽ എല്ലായിടത്തും ചെയ്തങ്ങ് ഉറച്ചിരിക്കുക അല്ലെ. സോ 18 കിട്ടി. എടാ നമ്മുടെ ഇപ്പൊ തേർഡ് ടേമാണ് ഉള്ളത്. എത്രാമത്തെ ടേമാണ് ഉള്ളത്? ഇത് തേർഡ് ടേമാണ് മക്കളെ, തേർഡ് ടേം. നമുക്ക് ഏത് ടേമാണ് വേണ്ടത്? രണ്ടാമത് നിൽക്കുന്ന ആളെ വേണ്ടത്, സെക്കൻഡ് ടേമിനെ വേണം. അപ്പൊ നമ്മൾ പുറകിലേക്ക് ചാടുക, മുന്നോട്ടല്ല ചാടുന്നത്. പുറകിലേക്ക് ചാടിയാൽ കുറയ്ക്കണം. തേർഡ് ടേം 24 24 18 കുറയ്ക്കണം. 24 18 കുറച്ചാൽ എത്ര കിട്ടുമെന്നറിയാവൂ? 6 കിട്ടും. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 6 എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതിനകത്ത്. ഇനി നമുക്ക് ആരിലേക്ക് പോവാം? ഫസ്റ്റ് ടേമിലേക്ക് പോവാം. ഫസ്റ്റ് ടേം. ഓക്കെ, ഫസ്റ്റ് ടൈം കാണുന്നത് എങ്ങനെയാ? ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി ഇപ്പൊ സെക്കൻഡ് ടൈമിൽ ഒരാളെ കിട്ടിയില്ലേ? സെക്കൻഡ് ടൈമിൽ ഒരാളെ കിട്ടിയില്ലേ? ആ കിട്ടിയ ആളിൽ നിന്നും ആരെ കുറയ്ക്കണം? കോമൺ ഡിഫറൻസിനെ അല്ലെങ്കിൽ പൊതുവ്യത്യാസത്തെ കുറയ്ക്കണം. തെറ്റിക്കരുതേ, കൊണ്ടുപോയി തെറ്റിക്കരുതേ. 6 6 കുറച്ച് വെക്കരുതേ. 6 എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ടൈമാണ്. ആ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈമിലേക്ക് വരണമെങ്കിൽ അവിടുത്തെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 18 കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കുന്ന ഇയാള്? അതാണ് അടുത്ത പ്രശ്നം. ഒരു സംഖ്യ പോസിറ്റീവും 6 പോസിറ്റീവാണ്, 6 പോസിറ്റീവാണ്, 18 നെഗറ്റീവാണ്. അപ്പൊ ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവാണ് മക്കളെ നമുക്ക് വരുന്നതെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിനെ കുറയ്ക്കുക. 18 നിന്ന് 6 കുറച്ചാൽ എത്ര കിട്ടും? 6 കിട്ടുന്നത്? എത്ര കിട്ടുന്നത്? 12 കിട്ടും. തെറ്റിക്കരുത്, കൊണ്ടുപോയി വലിയ ടേമിൽ നിന്ന് ചെറിയ ടേമിനെ കുറയ്ക്കണം. എപ്പോൾ കുറയ്ക്കണം? എപ്പോഴാണ് കുറയ്ക്കേണ്ട? ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവുമായിട്ട് അഡീഷന്റെ കേസോ സബ്ട്രാക്ഷന്റെ കേസിലോ വരുന്ന സമയത്ത് വലുതിൽ നിന്ന് ചെറുതിനെ കുറയ്ക്കുക. ദെൻ ആരുടെ സൈൻ കൊടുക്കുക? വലുതിന്റെ സൈൻ. വലുത് 18 18ന്റെ സൈൻ ആരാടാ? മൈനസ് ആ. സോ ദ ആൻസർ ഈസ് -12. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ അല്ലേ? ഈ നെഗറ്റീവിന്റെ കാര്യം പ്രത്യേകിച്ച് പഠിച്ചു വെച്ചോളെ. മക്കൾക്ക് എല്ലാവരും തെറ്റിക്കുന്ന കാര്യമാണ്. നമ്മളൊക്കെ പലരുടെയും പേപ്പർ വാല്യൂ സമയത്ത് തെറ്റ് വരുന്നതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെഗറ്റീവ് എന്ന് പറഞ്ഞ ആശ. എവിടെങ്കിലും കൊണ്ടൊന്ന് തെറ്റിക്കും, പിന്നെ താഴെയുള്ള സ്റ്റെപ്പ് മൊത്തവും അങ്ങ് വെട്ടിയാൽ മതി. സോ അതുകൊണ്ട് നെഗറ്റീവിനെ കൃത്യമായി കൊണ്ടുപോകാം. നെഗറ്റീവിനെ കിട്ടാത്തതൊക്കെ നമ്മൾ എളുപ്പമായി കൈ തരും. ഇപ്പൊ കിട്ടിയില്ലേ? പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുതിനെ കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം കൊടുക്കുക. പക്കയാണെന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് നോക്കാം. 4ാമത്തെ ചോദ്യങ്ങളാ. 4ാമത്തെ ചോദ്യം എന്താ പ്രത്യേകത എന്നറിയാവോ? നമുക്ക് ഫസ്റ്റ് ടേം ഉണ്ട് 24, പക്ഷെ സെക്കൻഡ് ടേം ഇല്ല. തേർഡ് ടേം ഉണ്ട്, ഫോർത്ത് ടേമും ഇല്ല. ഇതെങ്ങനെ കണ്ടുപിടിക്കൂടാ? പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു തന്നൊരു പ്രശ്നം ഇവിടെ വന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ ടേമുകൾ അടുത്തടുത്തല്ല. നോട്ട് ദ പോയിന്റ്. ടേമുകൾ അടുത്തടുത്തല്ല. ടേമുകൾ അടുത്തടുത്തല്ല എങ്കിൽ, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കോമൺ ഡിഫറൻസ് ആയിട്ട് നമ്മൾ അടുത്ത ഒരു സീക്വൻസിലെ പദങ്ങൾ അടുത്തടുത്തല്ല, ഒരാൾ ഒരിടത്ത് മറ്റേ തോന്നിടത്തുമാണ് കിടക്കുന്നത് എങ്കിൽ, എവിടെയാണെങ്കിലും മക്കളെ കണക്ക് ചെയ്യണമെങ്കിൽ കോമൺ ഡിഫറൻസ് വേണം. അടുത്ത ഒരു സീക്വൻസ് കണക്ക് ചെയ്യണമെങ്കിൽ കോമൺ ഡിഫറൻസ് ഡി ഇല്ല, ഒരു കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഡി ഉണ്ടായേ പറ്റൂ. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസിന് അടുത്തടുത്തുള്ള ആളാണ് കോമൺ ഡിഫറൻസ് നമ്മൾ ഇത്ര നേരം പഠിച്ചു. എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേമിൽ നിന്നും അല്ലെങ്കിൽ അവസാനം വരുന്ന ടേമിൽ നിന്നും തൊട്ട് മുമ്പിലുള്ള ടേമുകൾ എന്താ കുറച്ചാൽ മതി എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇയാൾ അകന്ന് കിടക്കുക. അകന്ന് കിടന്നാലും കണ്ടുപിടിക്കാൻ എന്താ പാടൊന്നുമില്ല. നമ്മളിവിടെ പഠിക്കും അവിടെ പോകാനെന്ന് പറഞ്ഞാൽ ഡി കാണാൻ എന്ത് ചെയ്താൽ മതി? ആ ടേമുകൾ തമ്മിലും കുറയ്ക്കടാ. ടേം ആര് അവസാനം വന്നേക്കുക? 42 നിന്നും 24 കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ അതിന്റെ പൊസിഷൻ കുറയ്ക്കുക. ആരെ കുറയ്ക്കുക? പൊസിഷൻ. 42 കിടക്കുന്നത് എത്രാമതാ? 3ാമതാ. അപ്പൊ 3 മൈനസ് 24 കിടക്കുന്നത് എത്രാമതാ? 1ാമതാ. അപ്പൊ 3 മൈനസ് 1. പക്ക അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? സംശയം ഉണ്ടോ ഈ പറഞ്ഞതിനകത്ത്? മനസ്സിലാക്കി വെച്ചോണേ ഞാൻ പറഞ്ഞ കാര്യം. എന്താടാ? നമ്മുടെ ടേമുകൾ അടുത്തടുത്തല്ല, ദൂരെയായിട്ടാണ് കിടക്കുന്നതെങ്കിൽ മക്കളെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ടേമുകൾ തമ്മിൽ അവസാനത്തെ ടേമിൽ നിന്നും ആദ്യത്തെ ടേമിനെ കുറയ്ക്കുക. അതിന്റെ പൊസിഷൻ, സ്ഥാനം. 42 സ്ഥാനം എത്ര? 3. 24 സ്ഥാനം എത്ര? 1. 3 1 കുറയ്ക്കുക. നമുക്കതിന്റെ ഷോർട്ട് ഫോമിൽ ഒരു ഫോർമുല പോലെ ഇങ്ങനെ പഠിച്ചു വെക്കാൻ പറ്റൂടാ. TD/PD. ഇത് TD ടേം ഡിഫറൻസ്, പദങ്ങളുടെ വ്യത്യാസം. PD എന്തുവാ? പൊസിഷൻ ഡിഫറൻസ്, സ്ഥാനങ്ങളുടെ വ്യത്യാസം.
എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്? ടേമുകൾ അടുത്തടുത്തല്ല. ടേമുകൾ അടുത്തടുത്താണെങ്കിൽ ചെയ്താൽ കിട്ടും. പക്ഷെ അടുത്തടുത്താകുമ്പോൾ താഴെ കുറച്ചാൽ എപ്പോഴും ഡിനോമിനേറ്റർ 1 ആ വരുന്നത്. അതാണ് അതിന്റെ കോൺസെപ്റ്റ് കേട്ടോ. അതായത് അവിടെ ചെയ്യരുതൊന്നുമില്ല, അത് കോൺസെപ്റ്റ് അതാണ്. ഓക്കെ, നമുക്കിവിടെ കുറയ്ക്കാടാം. 42 നിന്ന് 24 കുറച്ച നേരത്തെ തൊട്ടേ പഠിച്ചുകൊണ്ടിരിക്കുക 18 ബൈ 3 എന്ന് 1 കുറച്ചാൽ 2, 18 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടൂടാ? 9. പക്കാ അല്ലേ? കാര്യം ക്ലിയർ ആയി. അപ്പൊ എങ്ങനെയാ മക്കളെ അടുത്തടുത്തല്ല ടേമുകൾ വരുന്നത് എങ്കിൽ അവിടെ കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടി ടേം ഡിഫറൻസിൽ നിന്ന് പൊസിഷൻ ഡിഫറൻസിനെ കുറയ്ക്കണം. എഴുതി 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 പഠിച്ചോണം ഈ കണക്കുകൾ. ചോദ്യം വരും മക്കളെ ഉറപ്പാ. ഇങ്ങനെ ചോദിക്കുന്നു ഉറപ്പിച്ചല്ല പറയുന്നത്. ഒരു 7th ടേമും ഒരു 10th ടേമും തന്നിട്ട് അവിടെ വേറെയുള്ള ടേമുകളെ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഈ 7th ടേമും 10th ടേമും അടുത്തല്ല. ഒരാൾ 7ാമത് നിൽക്കും, ഒരാൾ 10ാമത് നിൽക്കും. അതിനോട് കുറെ ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് അത് വെച്ചിട്ട് ചോദ്യം ഉറപ്പോ 100% ഗ്യാരണ്ടിയാണ് ചോദിച്ചിരിക്കും. അതുകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ ചെയ്ത് പഠിച്ചോളൂ. ഇപ്പം ഈ ചെയ്ത കണക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഡി കിട്ടിക്കഴിഞ്ഞു. ഡി കിട്ടിയവനെ എളുപ്പമല്ല. നമുക്ക് വേണ്ട ഫസ്റ്റ് സെക്കൻഡ് ടേം അല്ലേ? സെക്കൻഡ് ടേമിനെ കാണാൻ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേമിനെ കാണാൻ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേമിന്റെ കൂടെ ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുക. കാര്യം മുന്നോട്ട് പോവുക, പുറത്തോട്ടല്ല. ഓക്കെ, ഫസ്റ്റ് ടേം എത്രടാ? 24 കോമൺ ഡിഫറൻസ് എത്രടാ? 9 24 9 കൂട്ടി എത്ര കിട്ടും? 33 അല്ലേ? 24 + 9 33 അല്ലേ? അതുപോലെ അത് കിട്ടി. ഇനി ഫോർത്ത് ടേം കാണണം അല്ലേ? കഴിഞ്ഞ ഒരാളുണ്ട് ഫോർത്ത് ടേം അല്ലേ? ഫോർത്ത് ടേമിനെ കാണണമെങ്കിൽ മക്കളെ ഇവിടെ തേർഡ് ടേം ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലേ? അപ്പൊ തൊട്ടടുത്ത ആളെ കണ്ടുപിടിച്ചാൽ മതി. മുന്നോട്ട് തന്നെ പോകേണ്ടത്. അപ്പം ചാടിക്കേറി 33 9 കൂട്ടാതെ നിൽക്കില്ല. 33 9 കൂട്ടിയാൽ നമുക്ക് 42 കിട്ടത്തുള്ളൂ. കാര്യം മൂന്നാമത്തെ ടേം കിട്ടത്തുള്ളൂ. നമുക്ക് 4ാമത്തെ ടേമാ വേണ്ട. 4ാമത്തെ ടേമിനെ വേണമെങ്കിൽ 3ാമത്തെ ടേമായിട്ടുള്ള 42ന്റെ കൂടെ 9 കൂട്ടണം. 42 കോമൺ ഡിഫറൻസ് 9 കൂട്ടുമ്പോ എത്ര കിട്ടുവടാ? 51 വരും. ക്ലിയർ അല്ലേ? ഇതാണ് 4ാമത്തെ ടേം അല്ലെങ്കിൽ 4ാം പദം. ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മൾ മലയാളത്തിൽ പറയുന്ന ടേമിനുള്ള പദം എന്നൊരു വാക്ക് വരും എന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. 4ാം പദം 2ാം പദം അങ്ങനെ പദം വരും. അതേ ഉള്ളൂ സംഭവം. ഇത്തരം കാര്യം പക്കയാണെന്ന് കരുതുന്നു മക്കളെ. നമുക്ക് ഇതിനകത്തിനി ഈ നമ്മുടെ ആ ഒരു ചോദ്യത്തിനകത്ത് 2 ചോദ്യമുണ്ട്. അത് മക്കൾക്ക് വേണ്ടി ഞാൻ വെച്ചേക്കുക. നിങ്ങൾ ചെയ്തോണം ഈ ചോദ്യം. ഇപ്പൊ പറഞ്ഞ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് മക്കൾ ഇത് ചെയ്ത് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഇടുക. ബാക്കിയുള്ളവരിലേക്കും ചെയ്ത് കൊടുക്കുക. ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പക്കയാണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാ പറഞ്ഞു തന്നത്? പ്രത്യേകിച്ച് ഈ കാര്യം പറഞ്ഞു കേട്ടോ. അരിത്തമെറ്റിക് സീക്വൻസ് എന്താന്ന് പറയുന്നത്? എന്തോ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ നമ്പർ കൂടി വരികയോ കുറഞ്ഞു വരികയോ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്, അല്ല ഒരു കോമൺ നമ്പർ കൂടുന്നില്ല, അതിൽ പൊതു വ്യത്യാസമുണ്ട്. അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ഡി എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഡിയെ കാണേണ്ട 2 ഐഡിയാസ്, 2 കോൺസെപ്റ്റുകൾ, 2 കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി വെച്ചോണം. അടുത്തടുത്താണ് ടേമെങ്കിൽ ഡിയെ കാണാൻ അവസാനം വന്ന ടേമിൽ നിന്ന് തൊട്ട് മുന്നിലുള്ള ടേമിനെ കുറച്ചാൽ മതി. ടേമുകൾ അകലെയാണ്. ഒരാൾ ഫസ്റ്റ് ടേം, ഒരാൾ അവസാനത്തെ ടേം, 5ാമത്തെ ടേമോ 10ാമത്തെ ടേമിലോ കിടക്കുകയാണെങ്കിൽ അവിടെ കണ്ടുപിടിക്കാനായിട്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പൊ എന്താ ടേം ഡിഫറൻസ്? മലയാളം എന്ന് പറഞ്ഞാൽ എന്താ? പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം. ഇവിടെ നോക്കിയേ, പദങ്ങൾ ആരാ? 42 24 കുറയ്ക്കുക. അവിടെ വലുതിന്ന് ചെറുത് കുറയ്ക്കുക ഒന്നും പഠിച്ചു വെക്കരുതേ. ഇവിടെ അടുത്തൊരു സീക്വൻസ് വലുപ്പവും ചെറുപ്പമൊന്നുമില്ല. അവസാനം വന്ന ടേമിൽ നിന്ന് അതിന് മുമ്പുള്ള ടേമിനെ കുറയ്ക്കുക, തിരിച്ചും മറിച്ചും. ഇവിടെ വലുതും ചെറുതും കിടക്കുന്നു മാത്രമേ ഉള്ളൂ. എല്ലാ പരീക്ഷകളും അങ്ങനെ വരണമൊന്നുമില്ല, അല്ല എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ വരണമൊന്നുമില്ല. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക എന്ന റൂളില്ല. അവസാനം വന്ന ടേമിൽ നിന്നും അതിന് തൊട്ട് മുമ്പിൽ കിടക്കുന്ന ടേമിനെ കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ അതിന്റെ സ്ഥാനം. 42 സ്ഥാനം 3, 24 സ്ഥാനം 1 കുറയ്ക്കുക, ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന ഉത്തരമാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. പിന്നെ ടേമുകൾ മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് കൂട്ടുകയും ടേമുകൾ പിറകിലേക്കാണ് വരുന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് കുറയ്ക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ നമുക്ക് ഇനിയും വിശദമായിട്ട് ഒരുപാട് കണക്കുകൾ ചെയ്ത് പഠിക്കാനുണ്ട് മക്കൾ. ഇതൊന്നും കൊണ്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. 7th ടേം തരും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7th ടേം തരും, അതുപോലെ 10th ടേം തരും. എന്നിട്ട് ഇവിടെ നമ്മൾ കോമൺ ഡിഫറൻസിനെ കാണണം, 13ാമത്തെ ടേമിനെ കാണണം, അല്ലെങ്കിൽ 15ാമത്തെ ടേമിനെ കാണണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് പരീക്ഷ കയറി വരുന്നത്. അല്ലെങ്കിൽ സമ്മ് കാണണം തുടങ്ങിയ കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി ക്ലിയർ ആക്കി നമുക്ക് പക്കയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. അതിന് നമ്മളോടൊപ്പം നിങ്ങൾ കൂടെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ട മക്കള്? ഇതെല്ലാവരും കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. സബ്സ്ക്രൈബും കൂടുതൽ ബെൽ ബട്ടണും ഉണ്ട്, നമ്മൾ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാൻ പറ്റത്തില്ല എപ്പോഴാണ് വീഡിയോ വന്ന് വീഴുന്നുള്ള കാര്യങ്ങളൊക്കെ.
സോ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, ഇത് കാണുന്ന ഏത് കുട്ടികളാണോ എങ്കിൽ നിങ്ങൾക്ക് ഒരു കൂട്ടുകാരികളും ഉണ്ടാവുമല്ലോ, അവരിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ അവരിലേക്ക് പറയുക, അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നിങ്ങളുടെ സ്കൂളിനകത്ത് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അവരും കൂടെ പഠിക്കാനായിട്ട് പറയാം. നമുക്ക് പഠിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പഠിച്ചു പോകാം. എ പ്ലസ് കിട്ടുമ്പോൾ നമുക്ക് മാത്രം കിട്ടിയാൽ പോരാ, നമ്മുടെ കൂടുതലുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും എ പ്ലസ് മേടിച്ചു കൊടുക്കാം. അപ്പോൾ മാത്സിന് ഇനി എ പ്ലസ് പോകത്തില്ല, ഉറപ്പുള്ള കാര്യം. നമ്മൾ പക്കയായിട്ട് കൈ തരും. അപ്പം താങ്ക് യു, നമുക്ക് വീണ്ടും കാണാം.